നമ്മൾ ഇനി നമ്മളുടെ അടുത്ത സെഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ്സിനെ കുറിച്ചിട്ടാണ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫീൽഡ് ഓർ ദാറ്റ് ഫീൽഡ് പോളിനോമിയൽസിൻ്റെ ഇൻ്റർ ഡൊമൈൻ കൺസിഡർ ചെയ്യുക. ആ ഇൻ്റർ ഡൊമൈനിൻ്റെ ഒരു സബ്സെറ്റാണ് ഏതെങ്കിലും ഒരു സബ്സെറ്റിനെ ഫിക്സ് ചെയ്യുക. അതായത് ഒരു ഫീൽഡ് എടുത്താൽ ഓർ ദാറ്റ് ഫീൽഡ് സം പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. ഒരു ഫീൽഡ് ഈ പോളിനോമിയൽസിൻ്റെ കളക്ഷൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്ന് പറയും. ആ ഫീൽഡ് സ്മോളസ്റ്റ് ഫീൽഡ് ആവണം. എങ്ങനെയുള്ള സ്മോളസ്റ്റ് ഫീൽഡ്? ആ പോളിനോമിയൽസിൻ്റെ സീറോസിനെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആകണം ആ ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സ്മോളസ്റ്റ് ഫീൽഡ് എന്ന് പറയാം. Okay, so moving on to the definition, let F be a field with the algebraic closure F closure. Let the set Fi of x I belongs to I be a collection of polynomials in the domain of polynomials over F. A field E contained in an algebraic closure of F is the splitting field of the set Fi of x I belongs to I over F if E is the smallest subfield of F closure containing F and all the zeros of F closure of each of the polynomials Fi of x for I belongs to I. Okay, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് എന്നുള്ള ഫീൽഡ് ഓർ ദാറ്റ് എഫ് സം പോളിനോമിയൽസിൻ്റെ ഒരു കളക്ഷൻ കൺസിഡർ ചെയ്തു. ഈ എന്നുള്ള അൾജിബ്രിക് ക്ലോഷറിൻ്റെ അകത്തുള്ള ഒരു സബ് ഫീൽഡ്, ഈ അൾജിബ്രിക് ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡ് ഈ സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്ന് പറയും. അപ്പോൾ ഈ എന്നുള്ള ഫീൽഡ് സ്മോളസ്റ്റ് ഫീൽഡ് ആകണം. എഫ് ക്ലോഷറിൻ്റെ അകത്തുള്ള സ്മോളസ്റ്റ് ഫീൽഡ് ആകണം. എങ്ങനെയുള്ള സ്മോളസ്റ്റ് ഫീൽഡ്? എഫിനെയും ഈ സെറ്റ് ഓഫ് പോളിനോമിയൽസിലുള്ള പോളിനോമിയൽസിൻ്റെ എല്ലാ സീറോസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആകണം. ഇനി ഒരു ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്ന് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സെറ്റ് ഓഫ് പോളിനോമിയൽസ് വെച്ചിട്ട് ആ സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സീറോസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്. ഇനി ഒരു ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് പറയും ഓവർ ദി ഫീൽഡ് എഫ്. അതായത് എ ഫീൽഡ് കെ കണ്ടെയ്ൻഡ് ഇൻ അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ഇഫ് ദർ ഈസ് എ if it is the splitting field of some set of polynomials in the domain of polynomials of over F. അതായത് കെ എന്നുള്ള എഫിൻ്റെ അൾജിബ്രിക് ക്ലോഷറിൻ്റെ അകത്തുള്ള ഒരു സബ് ഫീൽഡ് ഓവർ എഫ് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് പറയും. ആ ഫീൽഡ് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ സെറ്റ് ഓഫ് പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യണം ഇൻ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫ്. എങ്ങനെ? ആ സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകണം കെ. സപ്പോസ് നമ്മൾ ഒരു ഒറ്റ പോളിനോമിയലാണ് കൺസിഡർ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരൊറ്റ പോളിനോമിയലിനാണ് ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ ദി ഫീൽഡ് എഫ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പോളിനോമിയലിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഫോർ വൺ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ ദി ഫീൽഡ് ഓഫ് എഫ്, ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സിംഗിൾട്ടൺ എഫ് ഓഫ് എക്സ് ഓവർ എഫ് ഈസ് കോൾഡ് ദി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓവർ എഫ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ രണ്ട് പോളിനോമിയൽസ് റാഷണൽ ഫീൽഡിൻ്റെ ഓവർ റാഷണൽ ഫീൽഡ് എക്സ് സ്ക്വയർ മൈനസ് 2 എന്നുള്ള ഒരു പോളിനോമിയലും എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ള ഒരു പോളിനോമിയലും എടുത്തു. ഈ രണ്ട് പോളിനോമിയൽസിൻ്റെയും സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ റാഷണൽ ഫീൽഡിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡ് ആകണം എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ റൂട്ട്സ് എല്ലാം അവിടെ വരണം, എക്സ് സ്ക്വയർ മൈനസ് 3ൻ്റെയും റൂട്ട്സ് എല്ലാം വരണം. അപ്പോൾ ആ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ അതായിരിക്കും smallest field containing rational numbers √2 and √3, this field. Okay, അത് അപ്പോൾ ഈ രണ്ട് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും ഈ ഒരു ഫീൽഡ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ പോളിനോമിയലായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് x⁴ മൈനസ് 5x² + 6 എന്നുള്ള ഈ ഒരു സിംഗിൾ പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇതെന്ന് പറയാം. ഈ ഒരു പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആയിരിക്കും +or - √2 +or - √3. ഓക്കെ, നിങ്ങൾ എക്സസൈസ് ആയിട്ട് x² - 4ൻ്റെ -1ൻ്റെ ഓവർ ദി ഫീൽഡ് ഓഫ് റാഷണൽസ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഒന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോൾവ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സോൾവ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് തിയറം പറയുന്നത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എ ഫീൽഡ് ഇ വേർ എഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇ വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ്. അതായത് എഫിൻ്റെ ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷനാണ് ഇ. ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓർ എഫ്. ഒരു എഫിൻ്റെ ഒരു അൾജിബ്രിക് ക്ലോഷർ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകാനുള്ള നെസസറി സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. എവറി ഓട്ടോമോർഫിസം ഓഫ് algebraic closure of F leaving F fixed maps E onto itself and thus induces an automorphism of E leaving F fixed. അതായത് എഫിൻ്റെ ഒരു അൾജിബ്രിക് എക്സ്റ്റൻഷൻ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകാനുള്ള നെസസറി സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. അൾജിബ്രിക് ക്ലോഷറിൽ എഫിൻ്റെ അൾജിബ്രിക് ക്ലോഷറിൽ ഡിഫൈൻ ചെയ്യുന്ന ഓട്ടോമോർഫിസംസിനെ ഞാൻ എനിക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഓട്ടോമോർഫിസം എടുത്താലും എങ്ങനെയുള്ള ഓട്ടോമോർഫിസം എഫിനെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഓട്ടോമോർഫിസംസ് കൺസിഡർ ചെയ്താൽ അതിനെ എന്ത് ചെയ്യാം, ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ക്ലോഷറിൽ ഏതൊരു ഓട്ടോമോർഫിസം എടുത്താലും അതിനെ എനിക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓട്ടോമോർഫിസം ഇയിലേക്ക് ഒരു ഓട്ടോമോർഫിസത്തിന് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഓട്ടോമോർഫിസം എന്ത് ചെയ്യും, എഫിനെ ഫിക്സ് ചെയ്യും. സോ പ്രൂഫിലേക്ക് കടക്കാം. ഈ ഒരു തിയറം നമുക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ ആദ്യം സപ്പോസ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ഇൻ ദി എഫ് ആൽജിബ്രിക് ക്ലോഷർ ഓഫ് എഫ്. സോ ഈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനെ ഞാൻ സെറ്റ് എഫ് ഐ ഓഫ് എക്സ് ഐ ബിലോങ്സ് ടു ഐ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആൽജിബ്രിക് ക്ലോഷർ ഓഫ് എഫിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സിഗ്മ എന്നുള്ള ഒരു ഓട്ടോമോർഫിസം എടുത്താൽ അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് സിഗ്മ. ലെറ്റ് സിഗ്മ ബി ആൻ ഓട്ടോമോർഫിസം ഓഫ് അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ലീവിങ് എഫ് ഫിക്സ്. എഫിനെ ഫിക്സ് ചെയ്യുന്ന ഒരു ഓട്ടോമോർഫിസത്തിന് നമുക്ക് ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. യു വാണ്ട് ടു പ്രൂവ് ദാറ്റ് സിഗ്മ മാപ്സ് ഇ ഓൺ ടു ഇറ്റ് സെൽഫ്. ഓക്കെ, റെസ്ട്രിക്ഷൻ ഇന്ന് ഇയിലേക്കായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. So consider the set alpha j belongs to j be the collection of all zeros of fi of x. അതായത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകുമ്പോൾ സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും. ആ പോളിനോമിയൽസിൻ്റെ സീറോസിൻ്റെ കളക്ഷൻ കൺസിഡർ ചെയ്യുക. സെറ്റ് ആൽഫ ജെ ബിലോങ്സ് ടു ജെ ബി ദി കളക്ഷൻ ഓഫ് ഓൾ സീറോസ് ഓഫ് zeros in algebraic closure of f of all polynomials fi of x for I belongs to I. So alpha j നെ കൺസിഡർ ചെയ്യുക. ഒരു ആൽഫ ജെനെ എടുത്താൽ അതിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആൽഫ ജെ എന്തായിരിക്കും, ഓർ എഫ് അൾജിബ്രിക് ആയിരിക്കും. സോ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ജെ ഓർ എഫ് എക്സിസ്റ്റ് ചെയ്യും. സോ അതിൻ്റെ ഡിഗ്രി ആയിട്ട് ഞാൻ എൻ ജെനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ് ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ജെ ഓർ എഫ് ഈസ് എൻ ജെ. So every element in f alpha j, simple extension of f alpha j is of the form എങ്ങനെയായിരിക്കും, നമുക്ക് ഡിഗ്രി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ജെ ഓർ എഫ് എൻ ജെ ആണെങ്കിൽ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫ ജെയിലുള്ള എലമെൻറ്റ്സ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, 1 ആൽഫ ജെ alpha j to the power 2 plus x etc alpha j to the power nj minus 1 ൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ ഡിഗ്രി ഓർ എഫ് എന്തായിരിക്കും, എൻ ജെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൽഫ ജെൻ്റെ ഫസ്റ്റ് എൻ ജെ പവേഴ്സിൽ നമുക്ക് ഈ സിമ്പിൾ എക്സ്റ്റൻഷനിലുള്ള എല്ലാ എലമെൻസിനെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. വേർ എ കെ ബിലോങ്സ് ടു എഫ്. സോ every element of simple extension of f and alpha j of the form is of the form a naught a1 alpha j plus a2 alpha j square plus etc a nj minus 1 alpha j to the power nj minus 1 എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. Now consider the set S of all finite sum of finite product of elements of alpha g alpha j.
അതായത് നമ്മളിനി ചെയ്യുന്നത് ആൽഫ ജേസിൻ്റെ കളക്ഷൻസ് കൺസിഡർ ചെയ്തു, അവരുടെ സിമ്പിൾ എക്സ്റ്റൻഷൻസ് കൺസിഡർ ചെയ്തു. ഇനി ഈ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ സിമ്പിൾ എക്സ്റ്റൻഷൻസിൻ്റെ ഉള്ള എലമെൻസിൻ്റെ ഫൈനൈറ്റ് സമ്മും ഫൈനൈറ്റ് പ്രൊഡക്റ്റുകളും ഉള്ള ആ ഒരു കളക്ഷൻ, അതിനെ ഞാൻ എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എസ് എന്തായിരിക്കും? ഒരു സബ് ഫീൽഡ് ആയിരിക്കും, ഈൻ്റെ സബ് ഫീൽഡ് ആയിരിക്കും. ഇതിൽ എങ്ങനെയാലും ഈ എലമെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ടാകും. സോ എസ് ഈൻ്റെ സബ്സെറ്റ് ആയിരിക്കും. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് എസ് ഈൻ്റെ സബ് ഫീൽഡാണ്, വിച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഡെഫിനിഷൻ ഓഫ് എസ് ആൻഡ് കണ്ടെയ്ൻസ് 0 and 1 ആൻഡ് ദി അഡിക്റ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ്. അഡിക്റ്റീവ് ഇൻവേഴ്സുകളും അവിടെ തന്നെ ഉണ്ടാകും, 1നെയും 0നെയും കണ്ടെയ്ൻ ചെയ്യുന്നു. Also, since each elements of S is in ഇനി എസിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും, അല്ലെങ്കിൽ ഞാൻ ആൽഫ ജെസിലുള്ള കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്താൽ ആൽഫ J1, ആൽഫ J2, ആൽഫ JP, ഈ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയും എഫിനെയും വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എങ്ങനെയാലും അത് എന്തിൻ്റെ അകത്തുണ്ടാകും? എസിൻ്റെ അകത്തുണ്ടാകും. കാരണം എസിൽ ഈ എലമെൻറ്റ്സ് എല്ലാം ഉണ്ടാകും. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഫിനെയും ഈ എലമെൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആയിരിക്കും. സോ ഇതെന്തിൻ്റെ അകത്തുണ്ടാകും? എസിൻ്റെ അകത്തുണ്ടാകും. ദെൻ വി സി ദാറ്റ് S also contains the multiplicative inverse of each of non-zero elements. So S എന്തായിരിക്കും? ഈൻ്റെ ഒരു സബ് ഫീൽഡ് ആയിരിക്കും, കണ്ടെയ്നിങ് ഓൾ ആൽഫ J for J belongs to J. So by the definition of splitting field we have S equal to E. Okay. അപ്പോൾ എസ് ആയിരിക്കും നമ്മൾ ബൈ കൺസ്ട്രക്ഷൻ എസ് ആയിരിക്കും ആൽഫ ജെകളെ കണ്ടെയ്ൻ ചെയ്യുന്ന എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്. അപ്പോൾ ഈ ആൽഫ ജെസ് എന്ന് പറഞ്ഞാൽ എഫ് ഐസിൻ്റെ സീറോസ് ആണ്. എഫ് ഐസിൻ്റെ സീറോസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇ. സോ എസ് എന്തായിരിക്കും? ഇക്ക് ഈക്വൽ ആയിരിക്കും. ദസ് വി ഗെറ്റ് ദി സെറ്റ് ആൽഫ ജെ ജനറേറ്റ്സ് ഇ ഓവർ എഫ് in the sense of taking finite sum and finite products. So therefore the values of sigma, അപ്പോൾ ഞാനൊരു ഓട്ടോമോർഫിസം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് ഈയിലുള്ള എലമെൻസിനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് മതി? ആൽഫ ജേസ് മതി. സോ സിഗ്മനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആൽഫ ജേസിൻ്റെ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ആൽഫ ജേസ് വെച്ചിട്ട് നമുക്ക് ഈനെ ജനറേറ്റ് ചെയ്യാം. So therefore the values of sigma on any elements of E is completely determined by the values of sigma alpha j. But we know that sigma alpha j must also be 0 of irreducible polynomial of alpha j or f. So irreducible polynomial of alpha j or f divides fi of x which implies fi of sigma alpha j will be 0. So sigma alpha j will be in E. Okay, fi of sigma alpha j 0 ആകും എന്ന് പറയുമ്പോൾ സിഗ്മ ആൽഫ ജെ എന്താണ്? FIൻ്റെ ഒരു 0 ആണ്. സോ ഈ അതിൻ്റെ FIസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. അപ്പോൾ സിഗ്മ ആൽഫ ജെ എവിടെ ഉണ്ടാകും? ഈൻ്റെ അകത്തുണ്ടാകും. ദസ് നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ആൽഫ ജേസും ഈയിലുണ്ട്. ഈയിലുള്ള എലമെൻസിനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻസ് ആണ് ആൽഫ ജെ. അപ്പോൾ അവരുടെ സിഗ്മയിലുള്ള ഇമേജസും ഈൻ്റെ അകത്ത് തന്നെ ഉണ്ട്. സോ സിഗ്മ മാപ്സ് E on to a subfield of E isometrically. The same is true for the of the automorphism sigma inverse on F inverse algebraic closure of F. Since for each beta belongs to E, we have beta is equal to sigma inverse of beta. So we get sigma maps E onto E. Thus we get sigma induces an automorphism on E. Ni converse നോക്കാം. Conversely, suppose that every automorphism of algebraic closure of F leaving F fixed induces an automorphism on E of E. So നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. So let g of x be an irreducible polynomial in the domain of polynomials over F having a 0 alpha in E. അങ്ങനെ ഒരു g of x എക്സിസ്റ്റ് ചെയ്യില്ലേ? കാരണം എന്താണ്? ഈ എഫിൻ്റെ അൽജിബ്രിക് എക്സ്റ്റൻഷനാണ്. സോ ഏതെങ്കിലും ഒരു ഏതൊരു എലമെൻ്റ് എടുത്താലും അത് റൂട്ടായിട്ട് വരുന്ന ഒരു പോളിനോമിയൽ ഓവർ എഫ് എക്സിസ്റ്റ് ചെയ്യും, ഈയിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും. സോ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിനെ, അങ്ങനെ വരുന്ന ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു.
Okay, let g of x ആയിട്ട് let g of x be an irreducible polynomial of in the domain of polynomials over f having a 0 alpha in e. If beta is any 0 of g of x in the algebraic closure of f, then by conjugation isomorphism നമുക്ക് എന്താ പറയാം, ആൽഫ ഒരു 0 ആണ്, ബീറ്റ ജി ഓഫ് എക്സിൻ്റെ മറ്റൊരു 0 ആണെങ്കിൽ ജി ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എഫ് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫയെന്ന് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ബീറ്റയിലേക്ക് ഒരു കോൺജുഗേഷൻ ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യാം. സൈ ഓഫ് ആൽഫ കോമ ബീറ്റ. എന്താണ് കോൺജുഗേഷൻ ഐസോമോർഫിസം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സൈ ആൽഫ ബീറ്റനെ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അൽജിബ്രിക് ക്ലോഷർ ഓഫ് എഫിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം. Okay, so psi alpha beta can be extended to an isomorphism tau of f closure, algebraic closure of f onto a subfield of f closure. Also, tau inverse from tau f closure to f closure can be extended to an isomorphism of f closure onto a subfield of f closure. Since the image of tau inverse is already all of f closure, we have tau is an onto. ടോ ഓൺ ടു ആണ്, എഗെയിൻ ഐസോമോർഫിസ് ആണ്, സോ ടോ എങ്ങനെയായാലും ഓൺ ടു ആയിരിക്കും, എഫ് ക്ലോഷറിലുള്ള ഓട്ടോമോർഫിസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ടോ ഈസ് ആൻ ഓട്ടോമോർഫിസം ഓഫ് എഫ് ക്ലോഷർ ഹാവിങ് എഫ് ഫിക്സ്ഡ്. ദെൻ ബൈ അസംഷൻ ടോ ഇൻഡ്യൂസസ് ആൻ ഐസോമോർഫിസം ഓൺ ഇ. ദാറ്റ് ഈസ് ടോനെ എന്ത് ചെയ്യാം, എനിക്ക് ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്യുന്ന മാപ്പ് ഏതായിരിക്കും, ടോ ഓഫ് ആൽഫ വിൽ ബി equal to psi of alpha comma beta of alpha. ഓക്കെ, ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണ് ടോയിലേക്ക്, അപ്പോൾ അതിൻ്റെ റെസ്ട്രിക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മാപ്പ് സൈ ആൽഫ കോമ ബീറ്റ ഓഫ് ആൽഫ അതെന്തായിരിക്കും, ബീറ്റ ആയിരിക്കും, അത് ഇയിലുണ്ടാകും. Thus we get if g of x is an irreducible polynomial in the domain of polynomials of over f having a 0 in e, then all the zeros of g of x is in algebraic closure of f or in E. Okay, ബൈ അതാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ ഇയിൽ 0 വരുന്ന ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുക്കുക, അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും ഇ. ഓക്കെ, സിമ്പിൾ. ഹെൻസ് the set gk of x is the set of all irreducible polynomial in the domain of polynomials over f having a 0 in E. Then E എന്തായിരിക്കും, is the splitting field of set gk of x or f. ഓക്കെ, അതായത് E എന്താകും, സം സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്പ്ലിറ്റിംഗ് ഫീൽഡിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്നുള്ള ഈ ഒരു സെക്ഷനിലെ ബാക്കിയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാം. ഓക്കെ.